KSEBയുടെ അശാസ്ത്രീയ അതിർത്തി നിർണയം നാരായണമംഗലം ഗ്രാമത്തിന് ദുരിതമായി മാറുന്നു. മേഖലയിലെ ചെമ്മീൻ കർഷകരാണ് ഇതുമൂലം വലിയ പ്രതിസന്ധി നേരിടുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കിഴക്കേ അതിരായ നാരായണമംഗലം കാർഷിക മേഖലയാണ്. ജില്ലയിൽ ഏറ്റവുമധികം ചെമ്മീൻ കൃഷി നടക്കുന്ന പ്രദേശങ്ങളിലൊന്നാണിവിടം. നഗരസഭയിൽ ഉൾപ്പെട്ട നാരായണമംഗലത്തെ തെക്കേക്കുന്നുൾപ്പെടെയുള്ള വലിയൊരു ഭാഗം പ്രദേശത്തെ വൈദ്യുതി വിതരണ സംവിധാനം ഇപ്പോൾ തൊട്ടടുത്തുള്ള പുത്തഞ്ചിറ പഞ്ചായത്തിലെ സെക്ഷൻ ഓഫീസിന് കീഴിലാണുള്ളത്. വൈദ്യുതി എത്തുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ളവയുടെ ചുമതല പുത്തഞ്ചിറ സെക്ഷന് കീഴിലാണ്. പുത്തഞ്ചിറയിൽ നിന്നും നാരായണമംഗലത്തേക്ക് 11 kV ലൈൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ വൈദ്യുതി എത്തിയിട്ടില്ല. വ്യാപകമായി വനാമി ചെമ്മീൻ കൃഷി നടത്തുന്ന നാരായണമംഗലത്തെ പാടങ്ങളിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ നൽകുന്ന എയറേറ്റർ എന്ന യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന് വൈദ്യുതി അത്യാവശ്യമാണ്. എന്നാൽ KSEBയുടെ അശാസ്ത്രീയമായ അതിർത്തി നിർണയം മൂലം പ്രദേശത്ത് വൈദ്യുതി തടസ്സം പതിവാണ്. മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് മൂലം ചെമ്മീൻ കർഷകർ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വൈദ്യുതി രംഗത്ത് അവർ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ സമയബന്ധിതമായി 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട വൈദ്യുതി അത്യാവശ്യ സർവീസ് എന്നുള്ള നിലയിൽ അവർ പലപ്പോഴും അവിടുത്തെ കൺസ്യൂമേഴ്സിൻ്റെ വലിയ രീതിയിലുള്ള പരാതി ഉണ്ടാകുന്നുണ്ട്. ഈ വൈദ്യുതി ഇല്ലെങ്കിൽ ഇവർക്ക് ഈ ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഒരു സംവിധാനം, അവിടെ പ്രവർത്തിക്കുന്ന സംവിധാനം പൂർണ്ണമായിട്ടും നിശ്ചലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ കിട്ടാതെ ചെമ്മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോവുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി ഇത് പോകുകയും ബന്ധപ്പെട്ട എഞ്ചിനീയറെ വിളിച്ച് ഇവർ പരാതിപ്പെട്ടെങ്കിലും അവർ യാതൊരുവിധ നടപടിയും അതിലെടുത്തില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട KSEB കാണിച്ച വലിയൊരു ഗുരുതരമായ അനാസ്ഥയുടെ ഭാഗമായിട്ട് ഒരു കർഷകൻ വലിയ പ്രതിസന്ധിയിലാണ്. ആ കർഷകൻ മാത്രമല്ല, ആ മേഖലയിൽ ഇത്തരത്തിലുള്ള കൃഷി നടത്തുന്ന ഒട്ടനവധി ആളുകൾക്ക് അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം വരികയാണ്. ഒരു രാത്രി മുഴുവൻ വൈദ്യുതി തകരാറിനെ തുടർന്ന് ചെമ്മീൻ കൃഷി അപ്പാടെ നശിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ്. വൈദ്യുതി വിതരണത്തെ തകിടം മറിക്കുന്ന KSEBയുടെ അശാസ്ത്രീയമായ അതിർത്തി നിർണയം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തം. TCV കൊടുങ്ങല്ലൂർ.